ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ലോകം ഒരു വലിയ ഡിജിറ്റൽ ഗ്രാമമായി വളർന്നിരിക്കുകയാണ്. ഒരു മൊബൈൽ ഫോണിലൂടെ ലക്ഷക്കണക്കിന് ആളുകളുടെ ചിന്തകളെയും വികാരങ്ങളെയുമൊക്കെ നമുക്ക് സ്പർശിക്കുവാൻ കഴിയും. ഒരു കാലത്ത് പ്രസംഗവേദികൾ, പുസ്തകങ്ങൾ, പത്രങ്ങൾ എന്നിവയൊക്കെ ആയിരുന്നു സുവിശേഷത്തിൻ്റെ പ്രധാന മാധ്യമങ്ങൾ. എന്നാൽ ഇന്ന് ഫേസ്ബുക്ക്, യൂട്യൂബ്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയവയും ദൈവം നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്ന പുതിയ സുവിശേഷ വേദികളാണ്. സോഷ്യൽ മീഡിയയിലൂടെയും കർത്താവ് ഏൽപ്പിച്ച വലിയ നിയോഗം നമുക്ക് നിറവേറ്റുവാൻ സാധിക്കും. മത്തായി 5:16 മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ക്രിസ്തുവിൻ്റെ വെളിച്ചം ലോകം മുഴുവൻ പ്രകാശിക്കുവാൻ സൗകര്യപ്രദമായ പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് സാധ്യമായിരിക്കുന്നത്. മനുഷ്യൻ്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളെയും ദുരുപയോഗപ്പെടുത്തുന്ന സാത്താൻ സോഷ്യൽ മീഡിയയെയും മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്നത് വളരെ ഖേദകരമാണ്. അന്ധകാരവും വെളിച്ചവും പരത്തുന്ന മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്കിടയിൽ നമ്മുടെ സാന്നിധ്യം എവിടെയാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട വ്യക്തിപരമായ ഒരു ചോദ്യമാണ്. നല്ല വിത്തുകളും കളകളും വളരുന്ന വയലാണ് സോഷ്യൽ മീഡിയ. അത് നമ്മുടെ ജീവിതത്തിലെ ഒഴിവാക്കുവാൻ കഴിയാത്ത ഒരു അത്യാവശ്യ സർവീസായി മാറിക്കഴിഞ്ഞു. ക്രിസ്തീയ മാധ്യമ സംസ്കാരത്തെപ്പറ്റി ഗൗരവമായ ചർച്ചകൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചില വിനീത അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നിയോഗ നിർവഹണത്തിന് ദൈവം നൽകിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വേദികളാണ് മാധ്യമങ്ങൾ. മർക്കോസ് 16:15 യേശു അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ എന്ന് പറഞ്ഞു. ഭൂലോകമൊക്കെയും എന്നതിൽ ഇന്ന് ഡിജിറ്റൽ ലോകവും ഉൾപ്പെടുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് റോമൻ റോഡുകളിലൂടെ നടന്നും കപ്പൽ യാത്ര ചെയ്തും സുവിശേഷം പങ്കുവച്ചു. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഡിജിറ്റൽ ഹൈവേ ദൈവ തിരുനാമ മഹത്വത്തിനായി ദൈവസ്നേഹവും സുവിശേഷവുമൊക്കെ പങ്കുവയ്ക്കുവാൻ പ്രയോജനപ്പെടുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു ചെറിയ ബൈബിൾ വാക്യം, ഒരു പ്രാർത്ഥന, ഒരു പ്രചോദനാത്മകമായ സന്ദേശം, അതൊക്കെ അനേകരിൽ ദൈവീക പ്രത്യാശയുണ്ടാക്കുവാൻ സഹായിച്ചേക്കാം. ഒരുപക്ഷെ ഒരാളുടെ ആത്മഹത്യാ ചിന്ത പോലും മാറ്റുവാൻ നമ്മുടെ ദൈവ സ്നേഹത്തിൻ്റെ വാക്കുകൾ ദൈവം പലപ്പോഴും പ്രയോജനപ്പെടുത്തിയേക്കാം. രണ്ടാമത്, സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്ന നമ്മുടെ വാക്കുകൾക്ക് രോഗശാന്തി നൽകുവാനും മുറിവേൽപ്പിക്കുവാനുമുള്ള കഴിവുണ്ട്.
സദൃശവാക്യങ്ങൾ 18:21. നാവിന്റെ അധികാരത്തിൽ ജീവനും മരണവുമുണ്ട്. ഇന്ന് നാവിനു പകരം കീബോർഡും മൊബൈൽ സ്ക്രീനുമാണ് പ്രവർത്തിക്കുന്നത്. ഒരു ടോക്സിക് പോസ്റ്റ് നൂറുകണക്കിന് ആളുകളിൽ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകളിൽ വിദ്വേഷം പരത്തുന്നതിന് കാരണമാകാം. എന്നാൽ ഒരു പ്രത്യാശയുടെ സന്ദേശം അനേകരുടെ കണ്ണുനീർ തുടയ്ക്കും. മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതിനും ഫോർവേഡ് ചെയ്യുന്നതിനും മുമ്പ് ഓരോ ക്രിസ്ത്യാനിയും സ്വയം 4 ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. ഇത് സത്യമാണോ? ഇത് ദൈവത്തിന് പ്രസാദകരമാണോ? ഇത് ആരെയെങ്കിലും വേദനിപ്പിക്കുന്നതാണോ? ഇത് ഒരാളെ ദൈവത്തിലേക്ക് ചേർത്ത് നിർത്തുവാൻ സഹായിക്കുന്നതാണോ? ഈ ചോദ്യങ്ങളൊക്കെ വളരെ പ്രസക്തമാണ്. ദൈവത്തെ സ്തുതിക്കുവാനും സഹോദരങ്ങളെ പരിപോഷിപ്പിക്കുവാനും സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ് നമ്മുടെ അധരങ്ങൾ. എന്തും പറയുവാനും ആരെയും മുറിവേൽപ്പിക്കുവാനും നമ്മുടെ ക്രിസ്തീയ പ്രതിബദ്ധത നമ്മെ ഒരിക്കലും അനുവദിക്കുന്നില്ലെന്നാണ് പൗലോസ് അപ്പോസ്തലന്റെ ഉപദേശം. എഫേസ്യർ 4:29-30. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്ക് ഉതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുകയും തകർക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുകയാണ് എന്ന ഗൗരവ സത്യം ഒരിക്കലും മറക്കരുത്. 3. മാധ്യമ പ്രതികരണത്തിൽ സത്യവും വിവേകവും വിശുദ്ധിയും പാലിക്കുന്നത് സമുന്നതമായ ക്രിസ്തീയ സാക്ഷ്യമാണ്. എഫേസ്യർ 4:25. വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണം. കാരണം നാം ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. വസ്തുതകളുടെ നിജസ്ഥിതിയും പരമാർത്ഥതയും പരിശോധിക്കാതെ അനേകം വ്യാജ വാർത്തകളും അപവാദങ്ങളുമൊക്കെ പലരും പങ്കുവയ്ക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റും ഫോർവേഡും ചെയ്യുന്നതിന് മുമ്പ് മനസ്സിൻ്റെ പ്രേ ആൻഡ് വെരിഫൈ ബട്ടൺ അമർത്തി ആത്മസംയമനം പാലിക്കുന്ന ശീലം ക്രിസ്തു ശിഷ്യന്മാർക്ക് അഭിലഷണീയമാണ്. കാരണം കള്ളം പറയുന്ന അധരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പാണ്. സദൃശവാക്യങ്ങൾ 12:22. ഒരു ചെറിയ വ്യാജ വാർത്ത ഒരു കുടുംബത്തെ തകർത്തേക്കാം. സഭയെ, കൂട്ടായ്മയെ ഭിന്നിപ്പിച്ചേക്കാം. ഒരു സമൂഹത്തെ മുഴുവൻ കലുഷിതമാക്കിയേക്കാം. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്, നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു.
എന്നാൽ ദുഷ്ടനാകട്ടെ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥമായ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ തന്നെ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. മത്തായി 12:35 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. നാലാമതായി, ക്രിസ്ത്യാനികൾ ക്രിസ്തുവിന്റെ സ്വഭാവം മീഡിയയിലൂടെ പ്രതിഫലിപ്പിക്കണം. കൊലോസ്യർ 4:6. നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണയുള്ളതും ഹൃദ്യവുമായിരിക്കട്ടെ. ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങളിൽ ക്രൂരവും പൈശാചികവുമായ പ്രതികരണങ്ങൾ പലപ്പോഴും പലരിൽ നിന്നും ഉണ്ടാകാറുണ്ട്. ക്രിസ്ത്യാനിയിലൂടെ ക്രിസ്തുവിന്റെ സ്വഭാവമാണ് വെളിപ്പെടേണ്ടത്. കാണുന്നവർക്കും കേൾക്കുന്നവർക്കും പ്രത്യാശയും സമാധാനവും സന്തോഷവുമൊക്കെ പ്രദാനം ചെയ്യുന്ന മീഡിയ സംസ്കാരം തീർച്ചയായും സമുന്നതമായ ക്രിസ്തു ആവിഷ്കാരമാണ്. യോഹന്നാൻ 13:35 കർത്താവ് ഇത് പ്രസ്താവിക്കുന്നുണ്ട്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിയാൻ വന്നവരെയും സ്ത്രീയെയും യേശു കുറ്റപ്പെടുത്തിയില്ല. ക്ഷമാപൂർവമാണ് പ്രതികരിച്ചത്. അവളോട് കരുണ കാണിച്ചു. നമുക്കും കർത്താവിൻ്റെ കരുണയുടെ ഭാഷ പഠിക്കാം. അത് സോഷ്യൽ മീഡിയയിലും സാമൂഹ്യ ബന്ധങ്ങളിലും സംസാരിക്കാം. അഞ്ചാമത്, സോഷ്യൽ മീഡിയയിലെ നമ്മുടെ ലക്ഷ്യം ഒരിക്കലും ലൈക്കുകൾ ആയിരിക്കരുത്, ദൈവ മഹത്വമായിരിക്കണം. 1 കൊരിന്ത്യർ 10:31. നിങ്ങൾ എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവിൻ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്ന വിഷലിപ്ത വാക്കുകളും കലാപ ആഹ്വാനവും വ്യക്തിഹത്യയും അശ്ലീല വീഡിയോയും കൊണ്ട് പലരും പ്രശസ്തിയും സമ്പത്തുമൊക്കെ നേടുന്നുണ്ട്. എന്നാൽ ക്രിസ്തുവിനെ ഉയർത്തിക്കാട്ടുവാനാണ് ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നത്. സ്നാപക യോഹന്നാൻ പറഞ്ഞു, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. എന്നെയല്ല, നിങ്ങൾ ക്രിസ്തുവിനെ കാണുക എന്നായിരിക്കണം നമ്മുടെ ഓരോ മീഡിയ പോസ്റ്റിലൂടെയും നമ്മൾ പങ്കുവയ്ക്കുന്ന സാക്ഷ്യം. വചന ശുശ്രൂഷകരും ഇടയന്മാരും ആത്മീയ നേതൃത്വവുമൊക്കെ സ്വയമഹത്വത്തിനായിട്ടല്ല, ദൈവ മഹത്വത്തിനായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപരിക്കേണ്ടത്.
സ്വയമഹത്വത്തിനും വ്യക്തിപരമായ ലാഭത്തിനും പബ്ലിക് റേറ്റിംഗ്സിനും വേണ്ടി താനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പൗലോസ് അപ്പോസ്തലന്റെ സാക്ഷ്യം. ഗലാത്യർ 1:10. ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റെതാണോ? അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ പ്രയത്നിക്കുകയാണോ? ഞാനിപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ഒരിക്കലും ക്രിസ്തുവിൻ്റെ ദാസനാവുമായിരുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, മാധ്യമങ്ങൾ പാപമോ അശുദ്ധിയോ അല്ല. അത് ദുരുപയോഗപ്പെടുത്തുന്ന മനുഷ്യന്റെ മനസ്സിലാണ് അശുദ്ധിയും പാപവും പ്രതികാരവും ഒക്കെ നിലനിൽക്കുന്നത്. ദൈവമഹത്വവും ദൈവസ്നേഹവും പങ്കുവയ്ക്കുവാനുള്ള ഒരു ശക്തമായ വേദിയും ഉപാധിയുമാണ് മീഡിയ. ഒരു മീഡിയ പോസ്റ്റിലൂടെ ഒരാളെ തകർക്കാനും ചിലപ്പോൾ ഒരാളെ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുവാനും നമുക്ക് കഴിഞ്ഞേക്കാം. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലായിരിക്കുമ്പോൾ ഞാനും ഓരോ ക്രിസ്ത്യാനിയും 3 ചോദ്യങ്ങൾ ചോദിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഞാൻ പോസ്റ്റ് ചെയ്യുന്നതും ഫോർവേഡ് ചെയ്യുന്നതും സത്യമാണോ? 2, ഇത് വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർക്ക് ആത്മീയ വളർച്ചയ്ക്കും ഉൾക്കാഴ്ചയ്ക്കും സഹായകമാണോ? 3, ഇത് ദൈവത്തിന് മഹത്വം നൽകുന്നതാണോ? നമ്മുടെ ഡിജിറ്റൽ വിരലടയാളം ഭൂമിയിൽ മാത്രമല്ല, നിത്യതയിലും സാക്ഷ്യം പറയുന്ന ഒന്നായിത്തീരുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.